എന്തായാലും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വരുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 6x6 അവർ തിരിച്ചു വരുന്നു എന്നിടത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവർ അവരുടെ ഒഫീഷ്യൽ ഹാൻഡിലിട്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, അതായത് 2027 വരെ കോൺട്രാക്റ്റ് വെച്ചുകൊണ്ട് 6x6ൻ്റെ ഫാമിലി ഒരാൾ ജോയിൻ ചെയ്യാൻ പോകുന്നുവെന്ന്. എന്തായാലും അതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഫുള്ളും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. സോ എന്തായാലും റെയ്യൂറിനെ മാറ്റി വീണ്ടും 6x6 ജോയിൻ ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കാരണം അതൊരു ലക്കി കോംബോയാണ് എന്ന് തന്നെ പറയണം. സോ എന്തായാലും അടുത്ത സീസൺ തൊട്ട് 6x6 ജേഴ്സിയിലായിരിക്കാം മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അങ്ങനെ 6x6 കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരും എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു തിരിച്ചുവരവ് കൂടി ഉണ്ടാകുമോ? പെരേര ഡൈസ് ഇപ്പോൾ ബംഗളൂരു FC വിട്ടിരിക്കുകയാണ്. താങ്ക് യു പോസ്റ്റൊക്കെ ഇട്ട് ബംഗളൂരു FC വീഴുന്നുണ്ട്. സോ എന്തായാലും എന്തുകൊണ്ടാണ് അത് പുറത്താക്കിയത് എനിക്കറിയില്ല. വളരെ മികച്ചൊരു താരമാണ്. കാരണം അങ്ങനത്തെ ഒരു താരത്തെ കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്ട്രൈക്കറിന് അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിന് ഞാൻ പറയാം, അഡ്രിയലിനെയും വാസ്കസിനും ഒക്കെ ഇത്രയധികം സ്പേസ് ആ ഒരു സീസണിൽ ഉണ്ടാക്കി കൊടുത്തത് പെരേഡൈസാണ്. കാരണം അദ്ദേഹം അതുപോലെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും ഗോൾ കീപ്പറിനെയും ഡിഫൻസിനെയും എല്ലാം. സോ അങ്ങനത്തെ ഒരു പ്ലെയറാണ്. സോ എന്തായാലും അദ്ദേഹം ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം തിരിച്ചു വരുമോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്? കണ്ടു തന്നെ അറിയണം.